ഒരു നാടോടി മന്നൻ സ്റ്റൈല് ദിലീപിന്റെ. One more movie directed by the legend Shankar. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് പടമെന്ന സൂര്യനന്റെ റെക്കോർഡ് വെറും മാസങ്ങളുടെ ഗ്യാപ്പിൽ സൂര്യനന്റെ കയ്യിൽ നിന്നും രാംചരൺകാർ തട്ടിയെടുത്ത പടം ദ ഗെയിം ചേഞ്ചർ. ഞങ്ങൾ അസ്വസ്ഥരാണ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ പാട്ട് കേട്ട് ഉറങ്ങാൻ കിടക്കുന്ന മുഖ്യമന്ത്രിയെ കാണിച്ചുകൊണ്ടാണ് ആ സമയത്താണ് ആ പാട്ടിന്റെ കാസറ്റ് ഒന്ന് സ്റ്റക്ക് ആവുന്നത്. അത് സ്റ്റെക്കായപ്പോ തന്നെ പെട്ടെന്ന് പഴയ കാലത്ത് രാംചരൺ ഓർമ്മ വന്ന് ഞെട്ടി നീക്കുകയാണ് മുഖ്യമന്ത്രി. ഈ പാട്ട് സ്റ്റെക്കായപ്പോ പഴയ കാലത്ത് രാംചരൺകാരവിന് ഓർമ്മ വന്ന് ഞെട്ടി നീറ്റത് ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അത് നമുക്ക് കുറച്ചങ്ങ് പോയാൽ മനസ്സിലാവും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അങ്ങനെ പാട്ട് സ്റ്റെക്കായി ഞെട്ടി നീറ്റ ഉടനെ തന്നെ ആ CM ബോധം കെട്ട് വീണ് മൂപ്പര് ഒരു ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാവും. അപ്പൊ ശങ്കർ സാറിന്റെ ബ്രഹ്മാണ്ഡ പടമാണല്ലോ. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിലെ പാലത്തില് ഒരു തോള വീഴുകയാണ്. എന്നിട്ട് ആൾക്കാരൊക്കെ കൂടി മുഖ്യമന്ത്രിനെ എങ്ങനെയൊക്കെയോ ആ തോളയൊക്കെ കടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയ മുഖ്യമന്ത്രി താൻ ഉണ്ടാക്കിയ പാലത്തിൽ തൊള വീണതൊക്കെ ഓർത്ത് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയാൽ നാളെ തൊട്ട് അഴിമതിയൊന്നുമില്ലാതെ നന്നായി നാട് ഭരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ മക്കളായ അഴിമതി പ്രിയ എസ് ജെ സൂര്യയ്ക്കും മേട്ടനും തീരെ ഇഷ്ടമാവില്ല. യെസ് ഗൈസ്, നമ്മുടെ മേട്ടൻ തന്നെ. ശങ്കർ സാറിന്റെ ഒരു മെയിൻ പരിപാടിയാണല്ലോ മൂപ്പരുടെ പടത്തില് മലയാളത്തിൽ നിന്ന് ഒരു നടനെ കൊണ്ടുവന്ന് ഒരു റോൾ അഭിനയിപ്പിക്കുക എന്നത്. ഇപ്രാവശ്യം ആ നറുക്ക് വീണത് നമ്മുടെ ജയറാമേട്ടനാണ്. അങ്ങനെ മലയാളത്തിൽ കിട്ടുന്ന ഊക്കൊന്നും പോരാഞ്ഞിട്ട് അങ്ങ് തെലുങ്കിൽ പോയി ഊക്ക വാങ്ങാൻ വേണ്ടി നമ്മുടെ ജയറാമേട്ടൻ തെലുങ്ക് നാട്ടിലേക്ക് വണ്ടി കയറി. ആൻഡ് ഉള്ളത് പറയാമല്ലോ, ഇത്രയും ഒരു കോമാളി വേഷം ഒരു മലയാളം നടന് അന്യഭാഷയിൽ പോയി ചെയ്തിട്ടുണ്ടാവില്ല. ജയറാമേട്ടനെ എടുത്തിട്ട് ഉരുട്ടുന്ന് ചവിട്ടി വെള്ളത്തിലെറിയുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണിന്റെ പൊക്കളിൽ വരെ കിസ്സടിപ്പിക്കും നമ്മുടെ മേട്ടനെ കൊണ്ട്. എന്തിനാണ് ശങ്കർ സാർ ഞങ്ങളുടെ മേട്ടനോട് ഈ ചതി ചെയ്തത്? പറയണം ശങ്കർ സാർ. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സോ ഗൈസ്, അങ്ങനെ മുഖ്യമന്ത്രിയെ അഴിമതി നിർത്തിക്കാൻ മക്കൾ സമ്മതിക്കാതിരിക്കുന്ന സമയത്താണ് ആ നാട്ടിലേക്ക് കളക്ടറായി ചാർജ് എടുക്കാൻ വേണ്ടി നമ്മുടെ മത്സരം മാറ്റുന്നവൻ ഒരു ട്രെയിനിൽ കള്ളിമുണ്ടും അമൂലിന്റെ ബനിയനും ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പൊ മത്സരം മാറ്റുന്നവന്റെ ഇൻട്രോ ആണല്ലോ. അതുകൊണ്ട് അതൊന്ന് ബ്രഹ്മാണ്ഡമാക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാണ്ട് കുറച്ച് ഗുണ്ടകൾ വന്ന് മൂപ്പരെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി തല്ലാൻ വരുന്നു. പിന്നീട് അവിടെ അതിഭീകരമായ സംഘർഷം നടക്കുകയാണ്. എല്ലാത്തിനെയും ഗാരു അടിച്ച് റൊട്ടിയാക്കും. ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ അതിക്രൂരമായി അടിക്കുമെങ്കിലും ഗുണ്ടകളോട് ചെറിയ സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ് ഗാരു. അതിലൊരുത്തൻ ആന്ധ്ര കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സൈഡിലൂടെ പോണ ട്രെയിനിൽ കയറ്റി ആന്ധ്രയ്ക്ക് വിടും ഗാരു. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. അങ്ങനെ ഗാരുവിന്റെ അക്രമങ്ങൾ തടുക്കാൻ വേറെ വഴിയിലെന്ന് കണ്ട ഗുണ്ടകൾ പൂഴിക്കടകൻ ഇറക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും മണ്ണ് വാരി എറിയാവുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഇതൊരു ശങ്കർ പടമാണ്. ഇവിടെ എല്ലാം ബ്രഹ്മാണ്ഡമാണ്. ആ ഗുണ്ടകൾ മണ്ണ് പറത്താൻ വേണ്ടി ജീപ്പ് എടുത്തു വന്ന് ഡ്രിഫ്റ്റ് അടിക്കും. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. അങ്ങനെ അവസാനം ഈ ഗുണ്ടകളെ മൊത്തം അടിച്ചു പരത്തി റെയിൽവേ ട്രാക്കിൽ വെട്ടിയിട്ട വായ്ത്തണ്ട് പോലെ കെട്ടിയിട്ട് അവരുടെ ബോസിനോട് വിളിച്ചു പറയും, നീ പെട്ടെന്നൊരു ഹെലികോപ്റ്ററുമായി വന്നാൽ ഇവന്മാരെയൊക്കെ രക്ഷിച്ചു പോവാമെന്ന്. അത് കേട്ടതും അവരുടെ ബോസ് ഒരു ഹെലികോപ്റ്ററുമായി വന്ന് അവിടെ ലാൻഡ് ആവും. ആ ഗ്യാപ്പില് എനിക്ക് പെട്ടെന്ന് പോയി കളക്ടർ ഓഫീസിൽ ചാർജ് എടുക്കണമെന്നും പറഞ്ഞ് ആ ഹെലികോപ്റ്ററും എടുത്ത് ഗാരു നേരെ കളക്ടർ ഓഫീസിലേക്ക് പറക്കും. ആ പോണ വഴിക്ക് ഹെലികോപ്റ്റർ ഒന്ന് താഴ്ത്തി ആ റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടവന്മാര് പരശു കയറി ചാവണ്ടെന്ന് വിചാരിച്ച് ഹെലികോപ്റ്റർ നൈസാ എന്ന് ചെരിച്ച് താഴ്ത്തി ആ പറമ്പിൽ കിടക്കുന്ന ഒരു വാളും എടുത്ത് അവന്മാരൊക്കെ കെട്ടിയിട്ട കയറ് വെട്ടിവിടും. എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ, ബ്രഹ്മാണ്ഡമായി പോയില്ലേ? അങ്ങനെ ഗാരു ഇതൊക്കെ കഴിഞ്ഞതും ആ ഹെലികോപ്റ്റർ എടുത്ത് നേരെ കളക്ടറായി ചാർജ് എടുക്കാൻ വേണ്ടി കലോത്സവം നടക്കുന്ന ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ലാൻഡ് ആക്കും. എന്നിട്ട് അവിടെയുള്ള മയിലാട്ടൻ ടീംസിന്റെ ഒപ്പം ഡാൻസ് കളിച്ച് റോഡിലൂടെ നടന്ന് കളക്ടർ ഓഫീസിൽ പോയി ചാർജ് എടുക്കും. ഈ പടത്തിൽ ചില ക്യാരക്ടേഴ്സിന് ചില പ്രത്യേകതകൾ ശങ്കർ സാർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ മത്സരം മാറ്റുന്നവന്റെ ഓഫീസിലെ അസിസ്റ്റന്റ് മംഗളശീലൻ അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു സൈഡ് ചെരിഞ്ഞിട്ട് അത്ര പുറത്തു വന്നത്. എന്റെ അമ്മയുടെ വയറ്റിന്ന് സൈഡിലൂടെ പുറത്തു വന്ന് എന്റെ കാഴ്ച പോലും സൈഡിലോട്ട്. അതുകൊണ്ടൊരു സാധാരണ മനുഷ്യൻ നടക്കുന്ന പോലെയല്ല മംഗളശീലൻ നടക്കുക. ഇതിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞാണ് നടക്കുക. നടത്തം മാത്രമല്ല, വണ്ടി ഓടിക്കുന്നത് സൈഡിലിരുന്ന്. നമ്മളൊക്കെ വലത്ത് നിടത്തോട്ടേക്ക് മുടിച്ചിരിക്കുമ്പോൾ ഇവൻ നടുവെടുത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമായി മുടിച്ചിരിക്കും. അങ്ങനെ തുടങ്ങിയ എല്ലാ പരിപാടികളും മൂപ്പര് സൈഡിലോട്ടാണ് ചെയ്യാറ്. സാറിന് കുട്ടികളില്ല ഏട്ടാ, അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? സോ ഗൈസ്, അങ്ങനെ കളക്ടറായി ചാർജ് എടുത്ത ഗാരു ഉടനെ തന്നെ നാട് നന്നാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു അരി ഗോഡൌണിൽ പോയി അവിടെ എലിപ്പെട്ടി ഇല്ലെന്നും പറഞ്ഞ് ആ ഗോഡൌണിന് അപ്രൂവൽ കൊടുത്ത ഓഫീസറെ വാണം വിട്ട പോലെ മേലോട്ട് വിട്ട് ആ ഗോഡൌൺ പൊട്ടിച്ച് സീല് വെക്കും. അത് കഴിഞ്ഞ് മൂപ്പര് നേരെ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി അവിടെ ഫയർ എഞ്ചിൻ കയറൂല എന്നും പറഞ്ഞ് ആ മാള് ബോംബിട്ട് പൊട്ടിക്കാൻ നിൽക്കുകയാവും. അതും വെറും 30 സെക്കൻഡ് കൊണ്ട്. റെഡി സർ, 30 സെക്കൻഡ്സിൽ തീർത്തേക്കാം. എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ആ മാളിലെ കടയിൽ അരിയും പഞ്ചാരെങ്കിലും എടുത്തു വെക്കാൻ സമയം കൊടുക്കണ.
അങ്ങനെ മത്സരം മാറ്റുന്നവന്റെ ഈ പരാക്രമങ്ങളൊക്കെ കണ്ട് ഭയന്ന നാട്ടുകാര് ഇനി കുറ്റങ്ങളൊന്നും ചെയ്യില്ല സാർ എന്ന് പറഞ്ഞവന്റെ കാലിൽ വീഴും. ആ നാട് അങ്ങനെ നന്നാവും. അപ്പോ ഗൈസ്, നമ്മുടെ ഗാരു കലക്ടർ ആയതിന്റെ പിന്നിൽ ഒരു കരളലിയിപ്പിക്കുന്ന കഥയുണ്ട്. അതെന്താന്ന് വെച്ചാൽ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിലെ ഒരു കലിപ്പനായിരുന്നു ഗാരു. ആര് തെറ്റ് ചെയ്താലും ഗാരു കയറി പ്രതികരിക്കും. അവന്റെ കോളേജിന്റെ ലാബിൽ ഒരുത്തിനൊരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങും, ഒരു കഞ്ചാവ് കൃഷി. കോളേജിൽ കഞ്ചാവ് വിൽക്കുന്നത് തന്നെ തെറ്റാ, അതിനിടയിൽ നീ ഇവിടെ കൃഷി ചെയ്യാനും തുടങ്ങി. അതറിഞ്ഞതും ഗാരു ആ സ്റ്റാർട്ടപ്പ് ഒക്കെ കയറി തല്ലി പൊളിക്കും. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായത്. പിന്നെ ആ കോളേജിലെ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ ഒരു സാറിനെയൊക്കെ രാംചരൺ കയറി മെയ്യും. അങ്ങനെ എന്ത് അനീതി കണ്ടാലും മൂപ്പർക്ക് അപ്പം ദേഷ്യം വരും. സോ ഇവന്റെ ഈ പ്രസരിപ്പും കലിപ്പും ഒക്കെ കണ്ട് കാന്താരി കിയാരയ്ക്ക് ഗാരുവിനോട് വികാരം വരികയാണ്. പക്ഷെ പോകെ അവൾക്ക് മനസ്സിലാകും ഈ കലിപ്പ് കൊണ്ട് വലിയ ചൊറിയാണെന്ന്. എടി കാന്താരി, ശരിക്കും ഞാൻ ഈ ദേഷ്യപ്പെടും നിനക്ക് ഭയങ്കര സങ്കടമുണ്ടല്ലേ? എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഒരു കലിപ്പനായിപ്പോയി. അങ്ങനെ തന്റെ കലിപ്പിന്റെ കലിപ്പ് കുറയ്ക്കാൻ വേണ്ടി കിയാര അവന് കുറച്ച് ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. ആ ഐഡിയകളൊക്കെ എന്താന്ന് വെച്ചാൽ ആര് തന്തയ്ക്ക് വിളിച്ചാലും അപ്പൊ ദൊപ്പെന്ന് പറയണത്രേ. അപ്പൊ ആ ദേഷ്യത്തെ ദൊപ്പിന്റെ താഴെയിട്ടേക്ക്. പിന്നെ ദേഷ്യം വന്നാൽ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട് ദേഷ്യം മടക്കണം. എന്നിട്ടും ദേഷ്യം അടങ്ങിയില്ലെങ്കിൽ തലകാല ബോധമില്ലാതെ ഒരു ഡാൻസ് അങ്ങ് കളിച്ചേക്കണം. അങ്ങനെ ഇതൊക്കെ കേട്ടാ മരമോയന്ത് ദേഷ്യം വന്നപ്പോ നടു റോട്ടിൽ കയറി അങ്ങ് ഡാൻസ് കളിക്കും. പക്ഷെ എന്തൊക്കെ അപരാധം കാണിച്ചിട്ടും ഇവന്റെ ഈ ദേഷ്യം കുറയുന്നേയില്ല. അങ്ങനെ കിയാര വേറൊരു ഐഡിയ പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് വെച്ചാൽ അവൾ അവനോട് IAS എഴുതി കളക്ടർ ആവാൻ പറയും. അപ്പൊ നിനക്ക് നിന്റെ ദേഷ്യമൊക്കെ വലിയ അഴിമതിക്കാരോടൊക്കെ തീർത്ത് ഈ നാട് നന്നാക്കുമല്ലോ എന്ന്. നീ IAS ട്രൈ ചെയ്യും. അപ്പൊ അവൻ പറയും, അയ്യോ IAS വേണ്ട, IPS ആവാമെന്ന്. ഞാൻ ഈ IPS എടുത്താ പോരെ? അപ്പൊ അവള് പറയും, നീ എങ്ങാനും IPS ആയ ലൈഫ് ലോങ് ഞാൻ നിന്നോട് സംസാരിക്കില്ല. അങ്ങനെ ഗാരു അവളുടെ വാക്കും കേട്ട് IAS പരീക്ഷയ്ക്ക് ശ്രമിക്കും. പക്ഷെ നിർഭാഗ്യമെന്ന് പറയാമല്ലോ, IAS ആവാൻ വേണ്ടി ഗാരുവിന് 6 മാർക്ക് കുറവായോണ്ട് മൂപ്പർക്ക് IPS സെലക്ഷൻ ആണ് കിട്ടിയത്. അതോടുകൂടി കാന്താരി IAS ആവാത്തോണ്ട് നമ്മുടെ കലിപ്പിനെ ഉപേക്ഷിച്ച് നാട് വിടുകയാണ്. എന്താടാ ഇത്? ഈ നാട്ടിലൊക്കെ PSC കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞാലേ പെണ്ണ് കിട്ടും. പേടിക്കണ്ട, അത് ഞാനൊരു അതിശയോക്തി പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ ഒരുത്തൻ IPS ആയിട്ടും ഒരുത്തി ഇട്ടിട്ട് പോകുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ഗാരു തളർന്നില്ല. അവൾക്ക് വേണ്ടി എല്ലാ വർഷവും ഞാൻ IAS ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അതിൽ മനനൊന്ന കലിപ്പൻ അടുത്ത വർഷത്തെ IAS പരീക്ഷ എഴുതിയെടുക്കുകയാണ്. എന്നിട്ടിതാ ഇപ്പൊ കാണുന്ന കളക്ടറായി മാറി അവളെ ആ നാട്ടിലെല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെടാ ഇതൊക്കെ എഴുതാൻ പറ്റുന്നേ? പണ്ടത്തെ ടിക്ടോക്ക് കോളികൾ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇനി നിങ്ങൾ ഞെട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ അപരാധ പ്രണയ കഥയൊക്കെ ചിന്തിച്ചിരുന്ന് കുത്തിയിരുന്ന് എഴുതിയുണ്ടാക്കിയത് മിസ്റ്റർ കാർത്തിക് സുബ്രാജ് ആണ്. സോ ഗൈസ്, അങ്ങനെ IAS ആയി നമ്മുടെ ഗാരു നാട് മൊത്തം അന്വേഷിച്ച് അവന്റെ കാന്താരിയെ കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അവളെ കണ്ടു കിട്ടിയിട്ടും അവൾ എത്ര വിളിച്ചിട്ടും അവൾ താമസിക്കുന്ന വീട്ടിലേക്ക് മാത്രം ഗാരു ചെല്ലുന്നേ ഇല്ല. വന്നാലും കളക്ടർ സർ വേണ്ട. അങ്ങനെ ഇതിൽ ദേഷ്യം വന്ന കാന്താരി പിന്നെ ബ്രേക്കപ്പ് അടിച്ച് പോവാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കിയാരയുടെ ജില്ലയുടെ കളക്ടർ വരുന്നത്. എന്നിട്ട് പറയും, നീ നിന്റെ ജില്ല വിട്ട് എന്റെ ജില്ലയിലേക്ക് അനുമതി ഇല്ലാതെ വന്നല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാനൊരു സസ്പെൻഷൻ തരികയാണെന്ന്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ജില്ലയുടെ കളക്ടർക്ക് മറ്റേ ജില്ലയിലേക്ക് പോകാൻ വേണ്ടി പെർമിഷൻ വേണത്രേ. ഈ സമയത്താണ് ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. രാംചരൺകാർ ഒരു കുപ്പി വെള്ളമെടുത്ത് ആ റോട്ടിലൂടെ ഒരു വര അങ്ങ് വരയ്ക്കും. അതാണ് ആ ജില്ലയുടെ ബോർഡർ. എന്നിട്ട് ഞാൻ എന്റെ ജില്ല ഇതുവരെ കടന്നിട്ടില്ല സാർ എന്ന് പറയും. സോ ആ ജില്ല കടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് തന്റെ കലിപ്പൻ താൻ എത്ര വിളിച്ചിട്ടും തന്റെ വീട്ടിലേക്ക് വരാതിരുന്നത് എന്ന് മനസ്സിലാക്കിയ കാന്താരി ഓടിപ്പോയവനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഈ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ശങ്കർ സാർ മുടക്കിയത് 75 കോടി രൂപയാണ്. ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ 75 ധ്യാൻ ശ്രീനിവാസൻ പടം പിടിക്കാമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഗാരു കിയാര വർക്ക് ചെയ്യുന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്നത്. എന്നിട്ട് ഗാരു അവിടെ വ്യത്യസ്തയായ ഒരു അമ്മച്ചിയെ കാണും. അവരുടെ വ്യത്യസ്തത എന്താന്ന് വെച്ചാൽ നമ്മുടെ മംഗളശീലൻ വലത്തോട്ട് തിരിഞ്ഞാണ് നടപ്പ് എന്നുണ്ടെങ്കിൽ ഈ അമ്മച്ചി ഇടത്തോട്ട് തിരിഞ്ഞാണ് നടപ്പ്. എവിടുന്ന് കിട്ടുന്നതിന്റെ ശങ്കരണ്ണ ഇമാതിരി അപരാധിച്ച വ്യത്യസ്തതകൾ. ഇതൊന്നും പോരഞ്ഞിട്ടിതിൽ മംഗളശീലനും അഞ്ജലിയും കൂടി ഒരൊറ്റ ഷോട്ടിൽ ഇന്റർക്രോസ് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. ഇവൻ വലത്തോട്ട് അവൾ ഇടത്തോട്ട്, ശങ്കർ ഇതെങ്ങോട്ട്.
സോ ഗൈസ്, അങ്ങനെ അഞ്ജലി ഗാരുവിനെ കണ്ടതും പറയും, നീ വലിയൊരു കളക്ടർ അല്ലേ, എന്നൊന്ന് CM-നെ കാണിക്കാൻ പറ്റുമോ എന്ന്. അത് കേട്ടതും ഗാരു അഞ്ജലിനെയും കൂട്ടി മിനിസ്റ്ററെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ബട്ട് ഗൈസ്, അഞ്ജലിനെ കണ്ടതും CM ബോധം കെട്ട് വീണ് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അങ്ങനെ ഹോസ്പിറ്റലായ CM-നെ അടുത്ത CM തനിക്കാവണമെന്നും പറഞ്ഞ് മൂപ്പരുടെ മോൻ SJ സൂര്യ വന്നങ്ങ് കൊല്ലും. എന്നിട്ട് SJ സൂര്യ അടുത്ത CM ആവാൻ വേണ്ടി തലയിൽ കുറച്ച് പപ്പടമൊക്കെ ഒട്ടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ CM മരിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു. അതെന്താന്ന് വെച്ചാൽ, അടുത്ത മുഖ്യമന്ത്രി എന്റെ മക്കളല്ല, പകരം കളക്ടർ രാംചരൺ ഗാരു ആവണമെന്ന്. അങ്ങനെ നമ്മുടെ ഗാരു CM ആവുകയാണ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഇത്ര നേരം കണ്ട ഈ വടക്കു നോക്കി യന്ത്രമായ അഞ്ജലി ഇല്ലേ, അവരാണത്രേ രാംചരൺ ഗാരുവിന്റെ യഥാർത്ഥ മമ്മി. അപ്പൊ പണ്ട് ഇവരും ഇവരുടെ ഭർത്താവ് അപ്പണ്ണനും, അതും നമ്മുടെ ഗാരു തന്നെ, ഡബിൾ ഇവരൊക്കെ കൂടി നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പാർട്ടി തുടങ്ങും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അപ്പണ്ണയ്ക്ക് മര്യാദയ്ക്ക് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. മൂപ്പർക്ക് ചെറിയൊരു വിക്കുണ്ട്. അതുകൊണ്ട് പാർട്ടി പരിപാടിയിലൊക്കെ സംസാരിക്കാൻ വേണ്ടി ഒരുത്തിന് അപ്പണ്ണൻ ഇറക്കും. അതാണ് ഇപ്പൊ തട്ടിപ്പോയ CM. മൂപ്പർ അങ്ങനെ പ്രസംഗിച്ച് പാർട്ടി വൻ ക്ലിക്കാവും. അവസാനം ആ പാവം പിടിച്ച അപ്പണ്ണനെ ഇവൻ കൊന്ന് അടുത്ത CM ആവും. സോ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അന്ന് പാട്ട് സ്റ്റക്ക് ആയപ്പോൾ CM ഞെട്ടിണീറ്റത് അപ്പണ്ണന്റെ വിക്ക് ഓർമ്മ വന്നിട്ടാണെന്ന്. ശങ്കർ സാർ ബ്രില്യൻസ്. അങ്ങനെ അപ്പണ്ണനെ കൊന്ന് CM ആയതിന്റെ പ്രായശ്ചിത്തമായിട്ടാണ് അപ്പണ്ണന്റെ മോനെ ഇപ്പൊ CM ആക്കിയത്. സോ ഗൈസ്, അങ്ങനെ ഗാരു CM ആവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് SJ സൂര്യ വന്ന് അവിടെ സൈക്കോ കളിച്ച് അലമ്പാക്കുന്നത്. ഇവനൊന്നും CM ആക്കാൻ പറ്റില്ല, എനിക്ക് CM ആവണം എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ കേട്ടതും ആയിക്കോട്ടെ നീ CM ആയിക്കോ എന്ന് പറഞ്ഞ് രാംചരൺ ഗാരു പോകും. എന്നിട്ട് SJ സൂര്യ CM ആയി ചാർജ് എടുത്തതും അതാ വരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറായി ഗാരു. എടാ, ഒരു ജഡ്ഡി മാറ്റുന്ന സമയമെങ്കിലും എടുക്കട ഒരു പോസ്റ്റ് മാറാൻ. ഇനി ഞാൻ IPS, ഇന്നലെ IAS, ഇന്ന് CM, നാളെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസർ. സോ അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറായി വന്ന ഗാരു പറയും, എടാ നീ അങ്ങനെ CM ആവണ്ട, ഞാനൊരു ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, നീ ഇലക്ഷൻ ജയിച്ചിട്ട് CM ആയാൽ മതിയെന്ന്. അതിനുശേഷം ചൂടേറിയ ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്യുന്നവന്മാരൊക്കെ പിടിക്കാൻ വേണ്ടി ഗാരു വമ്പൻ ഐഡിയാസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അതായത് ഓരോരുത്തന്മാര് വോട്ടും ചെയ്ത് അടുത്ത കള്ളവോട്ട് ഇടാൻ വേണ്ടി കൈമൽ തെച്ച് മഷി മായ്ക്കാൻ വേണ്ടി ഒരു കെമിക്കൽ വെച്ച് തേക്കാവും. ബട്ട് ഗൈസ്, നമ്മുടെ ഗാരു ആ നാട്ടിലെ മഷി മായ്ക്കുന്ന കെമിക്കൽ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി ഐ വൈറസ് കലക്കും. അങ്ങനെ ആ കെമിക്കൽ ഉപയോഗിച്ചവന്മാരുടെ ഒക്കെ കയ്യിൽ ഐ വൈറസ് കയറും. ദി ശങ്കർ വേഴ്സ്. അങ്ങനെ ഇങ്ങനെയുള്ള കുറെ അപരാധങ്ങൾക്ക് ശേഷം ഇലക്ഷൻ അങ്ങ് തീരും. കൗണ്ടിംഗ് ഡേ ആവും. അപ്പോഴാണ് ഇലക്ഷൻ പൊട്ടുമെന്ന് മനസ്സിലാക്കിയ SJ സൂര്യ കുറെ ഗുണ്ടകളെയും കൂട്ടി കൗണ്ടിംഗ് സെന്ററിലേക്ക് വന്ന് അക്രമം അഴിച്ചു വിടുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കൗണ്ടിംഗ് സെന്ററിന്റെ മുറ്റത്ത് JCB വെച്ച് ബാഹുബലിയെ വെല്ലുന്ന ഒരു യുദ്ധമാണ്. ഗൈസ്, ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കാണാത്ത അപരാധങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ ഒക്കെ അവസാനം മത്സരം മാറ്റുന്നവൻ SJ സൂര്യനെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാവും. അപ്പോഴേക്കിനും അത് നമ്മുടെ കാന്താരി വന്ന് ദൊപ്പിടും. SJ സൂര്യ രക്ഷപ്പെടും. കൗണ്ടിങ്ങും തീരും. ലാസ്റ്റ് രാംചരൺ CM ആവും. നാട് രക്ഷപ്പെടും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസിതാരഥ, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കൈൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.